ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലോട്ട്. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് നമ്മളെ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ. നമ്മൾ കുറേ ആഗ്രഹിച്ചിട്ട് പോണ പോക്കാണ് നമ്മുടെ മൂകാംബിക അമ്മയെ കാണാൻ. പിന്നെ ഇപ്രാവശ്യം മൂകാംബിക അമ്മയെ കാണാൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ മോനെ എഴുത്തിനിരുത്താനായിരുന്നു നമ്മൾ മൂകാംബിക പോയിരുന്നത്. ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അതേപോലെ വിഷ്ണുവേട്ടൻ്റെ അച്ഛനും അമ്മയും, പിന്നെ വിഷ്ണുവേട്ടൻ്റെ വല്യമ്മയും അവരുടെ മരുമകളും, പിന്നെ മോനും ഉണ്ടായിരുന്നു കേട്ടോ. അനഘയും ലിത്തൂട്ടനും ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ട്രെയിനിനായിരുന്നു പോയത്. നമ്മൾ പോയ കാര്യം ആദ്യം തന്നെ സാധിച്ചു. അമ്പാടിക്കുട്ടനെ എഴുത്തിനിരുത്തി. അപ്പോൾ ലിത്തൂട്ടനും എഴുത്തിനിരുത്തുണ്ടായിരുന്നു. രണ്ടാളും കൂടിയിട്ട് എഴുത്തിനിരുത്തിയിരുന്നു കേട്ടോ. എന്നാലല്ലേ നമുക്ക് അമ്പാടീനെ അങ്കലവാടിലൊക്കെ പറഞ്ഞയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം 3 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവിടെ എഴുത്തിനിരുത്തിയത്. ഞങ്ങളവനെ ചോറ് കൊടുക്കാൻ പോയിരുന്നേ. അപ്പോൾ അവിടുന്ന് പറഞ്ഞു 3 വയസ്സ് കഴിഞ്ഞിട്ട് മോനെ എഴുത്തിനിരുത്തിയാൽ മതി പറഞ്ഞു. അപ്പോൾ വിഷ്ണുവേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ തന്നെ എഴുത്തിനിരുത്തായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മടിയിലിരുന്നിട്ടാണ് അവൻ ആദ്യാക്ഷരം കുറിച്ചത്. വളരെ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ നിമിഷത്തിൽ. എനിക്ക് ഒന്ന് വിഷ്ണുവേട്ടനില്ലാത്തതിൻ്റെ സങ്കടം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂകാംബിക അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ മോനെ എഴുത്തിനിരുത്തിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് ഉള്ളിൽ നല്ല ഒരു പിടപ്പ് പോലെ, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യത്തെ പോക്ക് പോകുമ്പോഴും ഞാൻ ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണ്, പിന്നെ ഇത്രയ്ക്ക് വൈബുള്ള ഒരു അമ്പലമാണെന്നും ഞാൻ ഒരിക്കലും ഉൾക്കൊണ്ടിരുന്നില്ല കേട്ടോ. അവിടെ പോയപ്പോഴാണ് വീണ്ടും 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 നമ്മളെ ദേവിയിലോട്ട് അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളും ഒക്കെ നമുക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇനിയും ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നമ്മുടെ അടുത്തേക്ക് പോവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 3 രൂപത്തിലും നമ്മൾ ദേവീനെ കണ്ടിരുന്നു. ഇതിപ്പോൾ ദേവീനെ പുറത്ത് എഴുന്നള്ളിക്കുന്ന സമയമായിരുന്നു. ഇത് രാവിലെ കേട്ടോ. രാവിലെ വെച്ചെങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളവിടെ എത്തി. ഫ്രഷ് ആയതിന് ശേഷമല്ലേ എത്തിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ദേവിയെ പുറത്തോട്ട് എഴുന്നള്ളിച്ചിട്ട് അങ്ങനെ വലം വയ്ക്കും. അങ്ങനെ 3 നേരവും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഫസ്റ്റ് പോയപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കായിരുന്നു ഭഗവതീനെ തൊഴുതത്. അത് കഴിഞ്ഞ് റൂമിലോട്ട് പോയി ഫ്രഷ് ആയതിന് ശേഷം വൈകുന്നേരം നമ്മൾ തൊഴുതു. പിന്നെ കാലത്തും തൊഴുതു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇവിടുന്ന് രാത്രിയായിരുന്നു കേട്ടോ പുറപ്പെട്ടിരുന്നു. ട്രെയിനിലായിരുന്നു. നല്ലതുപോലെ നമുക്ക് തൊഴാനും ഒക്കെ പറ്റിയിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരുന്നു. പക്ഷേ ഭഗവതീനെ കണ്ണ് നിറയെ കണ്ടു. അതുപോലെ തൊഴുതിറങ്ങുമ്പോൾ എനിക്ക് ഗണപതി ഒരു സൈഡിൽ ഗണപതിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് ഭഗവതിക്ക് പൂജിച്ച കുപ്പിവളമൊക്കെ കിട്ടിയിട്ട് അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ അറിയില്ല, നമ്മളുടെ ഒരു നമുക്കൊരു പ്രത്യേകത അല്ലേ. ഇതാട്ടോ സരസ്വതി മണ്ഡപം. അവിടെ നിന്നാണ് നമ്മൾ ആദ്യാക്ഷരം കുറിക്കുക. പിന്നെ ഇതൊക്കെ ദൈവങ്ങളുടെ ഫോട്ടോസുകൾ എടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ എന്തൊക്കെയോ പൂജകൾ നടത്തുന്ന സ്ഥലമായിരുന്നു. ഈ വീഡിയോയിൽ നമുക്ക് മൂകാംബികയിൽ ഉള്ള ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷം കേട്ടോ. തൊഴുതിറങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഞങ്ങൾ കുറച്ച് നേരം ക്യൂവിലൊക്കെ നിന്നു. പക്ഷേ വൈകുന്നേരം ഒന്നും അധികം ക്യൂവിൽ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോയിട്ട് പോന്നു. 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ നട തുറക്കുകയും അപ്പോൾ അവിടെയൊക്കെ തൊഴുതു. പിന്നെ അവിടെ എല്ലാ അമ്പാടിക്കൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാ സ്ഥലത്തും ഒരു മണി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് മണി അടിക്കലായിരുന്നു പണി കേട്ടോ. നമുക്കൊക്കെ അടിക്കാം. പിന്നെ അവിടെ പൈസ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രസാദമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അതുപോലെ അന്നദാനം അവിടെ 2 നേരം 3 നേരമായിട്ടുണ്ട്. ഞങ്ങൾ 1 നേരമായിട്ടേ കഴിച്ചുള്ളൂ. സാമ്പാറും നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഫുഡ് പറ്റില്ല, ചില ആൾക്കാർക്ക് പറ്റും. അതാണൊരു നമ്മളെ രീതിയേക്കാളും വ്യത്യസ്തമായുള്ള രീതിയായിരുന്നു. പക്ഷേ അവിടുത്തെ പായസം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി പായസമായിരുന്നു. ഭക്ഷണമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞങ്ങളിപ്പോൾ 2ാമത്തെ വട്ടമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടും ഫുഡ് കഴിച്ചു, ഇപ്രാവശ്യം പോയിട്ടും ഫുഡ് കഴിച്ചു. ഇപ്രാവശ്യം പോയതിൽ ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുടച്ചാത്രി പോകാൻ പറ്റിയില്ല. അത് നേരം വൈകിയത് കൊണ്ട് കുടച്ചാത്രി പോകാൻ പറ്റില്ല. ഞങ്ങൾ ആദ്യം പോയിരുന്നു കേട്ടോ.
ഫസ്റ്റ് പോക്ക് പോകുമ്പോൾ കുടജാത്രയൊക്കെ പോയിരുന്നു. ഇത് ഉച്ചക്കലത്തെ ആ ഭാഗം കേട്ടോ. ഉച്ചക്കലത്തുള്ള ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ രാത്രി കാണുമ്പോൾ ഇതൊന്നുമല്ല. രാത്രി കാണുമ്പോൾ അതിമനോഹരമായിട്ടുള്ള കാര്യമാണ്, സ്ഥലമാണ്. ആർക്കെങ്കിലും നമ്മുടെ മൂകാംബികയിലോട്ട് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ആയിക്കോളൂ. ഇത് ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. മൂകാംബികയുടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ വെച്ചിട്ടാട്ടോ കുട്ടികൾ അരങ്ങേറ്റമൊക്കെ നടത്തുന്ന സ്ഥലം. ഞാൻ 2 സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിപ്പോൾ നമ്മളെ ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ അവിടെ നിന്ന് ആ സ്റ്റേജിൽ കയറി കയറി വെച്ചിട്ട് 2 സ്റ്റെപ്പൊക്കെ ഇട്ടു. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു രഥം ഉണ്ടായിരുന്നേ. ഇവിടെ കേട്ടോ അന്നദാന മണ്ഡപം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നേ. പക്ഷേ അവിടെ നിന്നുള്ള വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അമ്പാടി ചെറുതായിട്ടൊന്ന് വാശി പിടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവരാണ് നമ്മുടെ രാവിലെ ദേവിയെ ഉണർത്താൻ ഗോപൂജ അങ്ങനെ എന്തോട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള വളർത്തുന്ന പശുക്കളായിരുന്നു കേട്ടോ. ചെറിയ പശുവായിരുന്നു. അപ്പോൾ അവരിനൊക്കെ തൊട്ട് കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ നിന്ന് ഇതാക്കി. ഇത് ഞങ്ങൾ കണ്ടു കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാവിലെ ഇവരിനെ കൊണ്ടാണ് എന്തൊക്കെയോ പൂജകളൊക്കെ അവിടെ ചെയ്യിക്കുന്നത്. ഞങ്ങൾ രാവിലെ കണ്ടിരുന്നു പൂജകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ക്യൂവിലായിരുന്നു. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ മൂകാംബിക ഉള്ളിൽ വീഡിയോകളൊക്കെ അലൗഡ് തന്നെയാണ് കേട്ടോ. ഇതാ കണ്ടോ അത് ഉച്ചക്കത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ അടച്ച് അതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്ലീനായിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ സൗപർണികയ്ക്ക് വന്നിരുന്നു കേട്ടോ. വലിയ പ്രതീക്ഷിച്ചിട്ടൊക്കെയായിരുന്നു സൗപർണികയ്ക്ക് വന്നിരുന്നു. പക്ഷേ വെള്ളമൊക്കെ കുറവായിരുന്നു. പിന്നെ ആൾക്കാർ അത് നാശാക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സുകളും പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഗണപതി അമ്പലം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ്. ഗണപതി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഫോണൊന്നും അലൗഡല്ല. ഒരു ചെറിയ അമ്പലം കേട്ടോ. അവിടെ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠ ഉണ്ട്, ഒരു പൂജാരി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ സ്ഥലം. പക്ഷെ നല്ല ഒരു പ്രത്യേകതരം മനസ്സമാധാനമൊക്കെ കിട്ടുന്ന സ്ഥലമായിരുന്നു. എന്താ പറയുക, നല്ല സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇതാട്ടോ ആ ഗണപതി അമ്പലം. നമ്മുടെ മൂകാംബികയിൽ നിന്ന് അമ്മയുടെ അടുത്തുനിന്ന് നടക്കാനുള്ള ദൂരമായിട്ടുള്ളൂ കേട്ടോ സൗപർണികയിലോട്ട്. ഫസ്റ്റ് നമുക്കറിയില്ലല്ലോ. നമ്മളവിടെ ആരോടും ചോദിച്ചിട്ടപ്പോൾ നമുക്ക് അറിയുന്ന ഭാഷയിൽ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചു, സൗപർണിക പറഞ്ഞു. അപ്പോൾ അവിടെ എത്തി. വരുമ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് വന്നത് കേട്ടോ. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നടക്കുന്ന സ്ഥലങ്ങളാട്ടോ ഞാൻ ഇവിടെ നിന്ന് എടുത്തിരുന്നത്. പിന്നെ ചില സ്ഥലങ്ങളൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് ചില ആൾക്കാർ വേറെ സ്ഥലത്തൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അരവിന്ദൻ്റെ അതിഥികളോ അതിലൊക്കെ ഉണ്ട് തോന്നുന്നു സൗപർണികനായിട്ട്. അപ്പോൾ അതുപോലത്തെ സ്ഥലങ്ങളൊന്നുമല്ല. എന്നാൽ കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു. ഇനി വൈകുന്നേരം ആയിട്ടോ. ഇനിയാണ് ഞാൻ ഇതിൻ്റെ ചുറ്റുപുറം മൊത്തം ഞാൻ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തിരുന്നു. കണ്ടോ, അധികം ആൾക്കാരൊന്നുമില്ല. സമാധാനമായിട്ട് എനിക്ക് വീഡിയോസുകളൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ക്ഷേത്രത്തിനടുത്ത് കുറേ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അതേപോലെ പൂവാണ് മെയിനായിട്ടുള്ളത് തോന്നുന്നു. ദേവിക്ക് അർപ്പിക്കാനുള്ള പൂവ്, അതുപോലെ പട്ടുസാരികൾ, ഇതൊക്കെയാണ് അവിടുത്തെ തൊഴാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ മൂകാംബിക അമ്മയുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ്. ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ രഥം ഇത് പ്രാവശ്യം പുതുതായിട്ട് കിട്ടിയത് തോന്നി. പിന്നെ അവിടെ വിളക്ക് വയ്ക്കുന്ന ഒരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പോയിട്ട് ചീട്ടാക്കിയിട്ട് ഞാനും അമ്പാടിക്കുട്ടനും കൂടിയിട്ടാട്ടോ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഭഗവതിക്ക് വിളക്ക് കത്തിക്കുന്നത്. നെയ് വിളക്കാണ് കത്തിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് നെയ് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അവന് കത്തിക്കാന്ന്. പക്ഷേ അവന് എത്തുന്ന സ്ഥലത്തല്ല വിളക്കിരിക്കുന്നത്. പക്ഷേ ഞാനും അവനും കൂടിയിട്ടൊക്കെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവന് കൊടുത്തിട്ട് നന്നായി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ വിളക്ക് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അവിടുന്ന് അമ്പാടിക്കും ലിത്തുട്ടിനും കൂടിയിട്ട് ഒരു മാലയുടെ ലോക്കറ്റൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് അവനെ നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ ഇത് വയ്ക്കുക ചെയ്തിട്ട് വിളക്ക് വെച്ചു. പിന്നെ ഇത് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ എടുത്തു. ഇതാട്ടോ ലിത്തുട്ടൻ. അവൻ എന്തൊക്കെയോ എന്നെ കൂടി കാണിക്കുന്നുണ്ട്.
അപ്പോൾ ലിത്തൂട്ടനെ എടുത്ത് കുറച്ചൊക്കെ വീഡിയോസുകൾ എടുത്തു. അത് നല്ല കമ്പനിയാട്ടോ. പിന്നെ ഭഗവതീനെ എഴുന്നള്ളിക്കുന്ന ഓരോ എന്താണ് എഴുന്നള്ളിപ്പുണ്ട് ഭഗവതീനെ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ കിട്ടി. പിന്നെ അവിടെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ കഷായം ഉണ്ട്. അതാരും മറക്കരുത് കേട്ടോ. കഷായം കുടിക്കാനും അതൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ കുറേ എന്തൊക്കെയോ എന്താ പറയുക, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ആയുർവേദ സാധനങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. ഇതാണ് ഭഗവതീനെ എഴുന്നള്ളിക്കുന്ന തേര്. ഇതിൽ ഒരു വട്ടം വലം വയ്ക്കും. അതുപോലെ വലിയ തേരിൽ ഒരു വട്ടം വലം വയ്ക്കും. പിന്നെ അതുപോലെ വെള്ളിയുടെ ആയിട്ടൊരു തേരുണ്ടായിരുന്നു. അത് അപ്പുറത്തെ സൈഡായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിലൊക്കെ ഇരുത്തിയിട്ട് ഭഗവതീനെ പുറത്ത് എഴുന്നള്ളിച്ചിട്ട് ഇങ്ങനെ കാണാൻ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അടുത്തത് വരുന്നതാണ് തങ്കത്തേര്. ഇതിലും ഉണ്ട് കേട്ടോ ഭഗവതീനെ എഴുത്തിയിട്ട് എഴുന്നള്ളിക്കുന്ന സമയം. അപ്പോൾ ഇപ്പോൾ ആ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാരായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അടിയാളോ അങ്ങനെ എന്തോട്ടാണ് അവിടുത്തെ തിരുമേനീനെ പറയുക. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് കയ്യിലെടുത്തിട്ട് ഒരു കുട്ടിയെ പോലെ കയ്യിലെടുത്തിട്ട് ഭഗവതീനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സൊരുക്കിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വിഗ്രഹം തലയിലോട്ട് വെച്ചിട്ട് ഒരു വലം വയ്ക്കുക. ഇത് നമ്മൾ ഇരിക്കുന്ന അവിടുത്തെ പ്രതിഷ്ഠയുടെ തൊട്ടടുത്ത് എനിക്ക് ഫസ്റ്റ് പോയപ്പോഴൊന്നും കാണാൻ പറ്റിയില്ല. രണ്ടാമത് പോയപ്പോൾ ഞാൻ മനസ്സറിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ വിഗ്രഹം നമ്മൾ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ശരിക്കുള്ള വിഗ്രഹം ഇതല്ല. ഇതിൻ്റെ തൊട്ടടുത്ത് എന്തോ അങ്ങനെ നമുക്കറിയില്ലേ, ഒരു പ്രതിഷ്ഠയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്താണ് വലിയൊരു അതിമനോഹരമായിട്ടുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ദേവിയായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും ഈ പോക്കിലാണ് എനിക്ക് ഭഗവതിയുടെ മുഖം മനസ്സിലിങ്ങനെ തെളിഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇനിയും അങ്ങോട്ട് പോകാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. നന്നായിട്ട് പ്രാർത്ഥിക്കാനും നന്നായിട്ട് കാണാനും പറ്റി. ഇനിയിപ്പോൾ ഒരു വട്ടം തലയിൽ വെച്ചിട്ടാണ് എഴുന്നള്ളിച്ചത്. ഇത് രണ്ടാമത്തെ വട്ടം തേരിലേറ്റിയിട്ടാണ് ഭഗവതീനെ എഴുന്നള്ളിക്കുന്നത്. നമ്മുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്തവർ നമ്മുടെ വീഡിയോ എല്ലാതും കണ്ടാൽ മതി. ഒരുവിധം എല്ലാതും ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഇത്രേ വഴിക്കുള്ളൂ വീഡിയോസുകൾ എടുക്കാൻ. എന്നാലും ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. വോയിസ് പറയുമ്പോഴേ എനിക്ക് എന്താ പറയേണ്ടതെന്നൊരു പിടുത്തം കിട്ടണില്ല. കണ്ടോ, ഭഗവതീനെ കെടുത്തി നല്ല ഒരു കുഞ്ഞു കുട്ടീനെ എങ്ങനെയാണോ കൊണ്ടുവരുന്നത് അതുപോലെ കേട്ടോ അവിടുത്തെ ആൾക്കാർ ആ വിഗ്രഹത്തിനെയും എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ തേരിൻ്റെ കൂടെ നമുക്ക് നടക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മുടെ വെള്ളിത്തേരിൻ്റെ വീഡിയോസുകൾ എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ അത് അപ്പുറത്തെ സൈഡിലായിരുന്നു വെള്ളിത്തേര് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് അത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് എനിക്കറിയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആ തേര് വേറെ സ്ഥലത്തേക്ക് സൈഡിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി വെള്ളിത്തേരിൽ ദേവീനെ കൊടുന്നിട്ട് ഈ വലിയ തങ്കത്തേരിൽ പിടിക്കൂട്ടും. ഇത് ഒരാളുടെ വഴിപാടായിരുന്നു തോന്നുന്നു. ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ചേച്ചി പറഞ്ഞത് ഞങ്ങളുടെയാണ് വഴിപാട് പറഞ്ഞത്. കണ്ടോ, വെള്ളിത്തേരിൽ ഇതാണ്ടോ അവിടെ ദേവീനെ ഇറക്കിയിട്ട് ഈ സ്വർണ്ണത്തേരിലോട്ടിലാക്കുകയാണ്. ഇതിലാക്കുമ്പോൾ കുറേ ആചാരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവീനെ വെച്ചിട്ട് ചില്ലറ പൈസയൊക്കെ ഫ്രണ്ടിലോട്ട് വയ്ക്കുക, അതേപോലെ തേങ്ങ എറിഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കുറേ ഇത് കാണിക്കുന്നുണ്ട്. ഞങ്ങളിത് ഫ്രണ്ടിൽ പോയത് കൊണ്ടാണ് ഇത്രയും ക്ലിയറായിട്ട് കാണാൻ പറ്റിയത്. ഞാനും അച്ഛനും പിന്നെ അമ്പാടീനെ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കറക്റ്റായിട്ട് വീഡിയോസുകൾ കാണാനും എടുക്കാനും പറ്റിയത്. ഇങ്ങനെ ഇത്രയ്ക്കും അടുത്ത് ഭഗവതിനെ കാണുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. അമ്മയ്ക്ക് വരാൻ പറ്റിയിരുന്നില്ല, അമ്മയ്ക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മേനൊക്കെ ഞാൻ വീഡിയോ കോൾ, ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ വീഡിയോ കോൾ അമ്മ ഇരുന്ന് കണ്ടോട്ടെ. അമ്മ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വരാൻ, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഭഗവതിനെ അവിടെ അടുത്തേക്ക് വെച്ചിട്ട് തേരിൽ എഴുന്നള്ളിക്കുകയായിരുന്നു. അവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അവരുടേതായ ആചാരങ്ങൾ നമ്മളവിടുത്തെ ആചാരങ്ങളെക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. ഞാൻ ഇത് 2 വട്ടമാണ് ഇതുപോലെ കാണുന്നത്. വൈകുന്നേരം ആട്ടോ, രാത്രിയാണ് കുറച്ചും കൂടിയും തേരിലേറ്റിയിട്ടുള്ള ഇതുള്ളത്.
പിന്നെ പിന്നെ കുറച്ചൊക്കെ പിന്നെ സരസ്വതി മണ്ഡപത്തിൽ ഭഗവതീനെ ഇരുത്തിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെനിക്ക് വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇവരായിരുന്നു അന്നത്തെ മറ്റേ ഈ തേരിൻ്റെയൊക്കെയുള്ള വഴിപാട് നടത്തിയിരുന്നത് കേട്ടോ. ഇതിലിരുത്തിയിട്ടും കുറേ വഴിപാടുകൾ കുറേ ക്രിയകൾ അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാമായിരുന്നു. പിന്നെ എല്ലാവരും ഫോണ് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടും പിടിച്ചിട്ടൊക്കെ ആയിരുന്നു ഈ എന്താ പറയുക വീഡിയോസുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ കയ്യിൽ ഫോണുകളുണ്ടായിരുന്നു. നമുക്ക് ഫോണ് അവിടെ ഉപയോഗിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ചില സമയത്ത് എൻ്റെ ഫോണൊക്കെ തട്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ഇതൊക്കെ വന്നത്. പക്ഷേ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. യാത്രയും അതിലൊരു പ്രശ്നവുമില്ല. നന്നായിട്ട് തന്നെ ഞങ്ങൾ രാത്രി കയറി രാവിലെ അവിടെ എത്തി. അച്ഛൻ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ലളിതാസ് എന്തോ പറഞ്ഞിട്ടാണ് ഏതോ ഒരു ലോഡ്ജായിരുന്നു എടുത്തത്. അത് നടക്കാനുള്ള ദൂരമായിരുന്നു. നല്ല റൂമും ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുത്താകുമ്പോൾ 2-3 വട്ടം ദേവീനെ കാണാനും 3 അവതാരത്തിൽ ദേവീനെ കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുവേട്ടനില്ലാതെ എൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അതുപോലെ കുടജാദ്രി പോവാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഓഫ് റോഡ് അടിപൊളിയായിരുന്നു. പക്ഷെ അതൊന്നും പോകാൻ പറ്റിയില്ല. ഒന്ന് നേരം വൈകിയോണ്ടായിരുന്നു പോകാൻ പറ്റാതെ. അല്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോകണമെന്ന്. പക്ഷേ ഇനിയും മൂകാംബികയിലോട്ട് വരാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കുടജാദ്രി പോകണം. അതുപോലെ തന്നെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേവി അവിടെ എത്തിക്കട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, ദേവിയും കൂടി ആഗ്രഹിക്കണം എന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാണ് ആ ഔഷധ കഷായം കേട്ടോ. അപ്പോൾ അതും കുടിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസം കാലത്തെയായിരുന്നു. കാലത്ത് 5:30 ആകുമ്പോഴത്തേനും അവിടെ നട തുറക്കും. അപ്പോഴാണ് പൂജകളൊക്കെ ചെയ്ത് അപ്പോഴേക്കും ഞങ്ങൾ ഇതൊക്കെ ഉള്ളിൽ കയറി തൊഴുതതിന് ശേഷമുള്ളതാട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുകളുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ തൊഴുമ്പോഴൊന്നും അധികം തിരക്കുണ്ടായില്ല. അപ്പോൾ നമുക്ക് കുറേ നേരം ശ്രീകോവിലിൻ്റെ അവിടെ നിൽക്കാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിന്നതിന് ശേഷമായിരുന്നു നമ്മൾ വന്നത്. ഇത് പിന്നെ രണ്ടാമത് സരസ്വതി മണ്ഡപത്തിലൊക്കെ അന്ന് നല്ല തിരക്കായിരുന്നു. മോനെ ഇരുത്തുന്ന സമയത്തൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മൂകാംബിക അമ്മയുടെ അടുത്ത് എത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദേവി എല്ലാവരുടെ ആഗ്രഹം സഫലമാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും വീഡിയോസ് ഇരുന്ന് കാണുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.